പ്രിയമുള്ളവരെ, അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമി 15th ബാച്ച് ആലുവയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സിസ്റ്റർ ദിയ. അവരുടെ ചികിത്സ അനുഭവവും ഏത് രോഗം സുഖപ്പെടാൻ അലോപ്പതി മരുന്നുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ അലോപ്പതി അല്ലാത്ത മറ്റെല്ലാ ചികിത്സയും വല്ല മന്ത്രവാദമാണെന്നോ മാജിക് ആണെന്നോ തെറ്റിദ്ധരിക്കുന്ന പലർക്കും കൃത്യമായ മറുപടി പറയുകയാണ് സിസ്റ്റർ ദിയ നിങ്ങൾക്ക് മുമ്പിൽ. അതുമാത്രമല്ല, അക്യുപഞ്ചർ പോലുള്ള ചികിത്സ ഏതോ ഒരു മതവിഭാഗക്കാരുടേതാണെന്നും അത് മറ്റാരും ചെയ്യുന്നത് ശരിയാവില്ല എന്നുമൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങളുണ്ട്. ഇവിടെയാണ് സ്വന്തം കോൺവെന്റിൽ സിസ്റ്റർ ദിയ മറ്റ് മദറിനും സിസ്റ്റേഴ്സിനും ഒക്കെ തന്നെ അക്യുപഞ്ചർ ചെയ്ത അനുഭവങ്ങളും അവർ കാലങ്ങളായി കഴിച്ച മരുന്ന്, അലോപ്പതി മരുന്നിലൂടെ കാലങ്ങളായി രോഗം സുഖപ്പെടാതിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ പരിഹാരം അക്യുപങ്ക്ചറിൽ നേടിയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. തീർച്ചയായും ഓരോ അക്യുപങ്ക്ചറിന് അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും വേണ്ടി ഞാൻ ഇത് പങ്കുവെക്കുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ ദിയ ജോൺ എന്നാണ്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് പഠിക്കാനായിട്ട് വന്ന ഒരു സ്റ്റുഡൻറ് കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതായിരുന്നു. ഈ ട്രീറ്റ്മെന്റ് എടുത്തത് മുതൽ ഞാൻ ഒരു തൈറോയിഡ് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം ഞാൻ ടാബ്ലറ്റുകളൊന്നും തന്നെ എടുത്തിട്ടില്ല. തൈറോയിഡിൻ്റെതായ ഇഷ്യൂസ് എനിക്ക് പലതും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പിന്നീട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇമോഷണൽ ലെവലിലും വളരെയധികം ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കൂടാതെ വയറെപ്പോഴും അപ്സെറ്റ് ആവുന്ന ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. അതുപോലെ പെയിൻ, ജോയിന്റ് പെയിനും നെക്ക് പെയിനൊക്കെ നന്നായിട്ടുള്ള ഒരാളായിരുന്നു. വളരെയധികം ഇമ്പ്രൂവ്മെന്റ് അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റ് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കൂടാതെ എൻ്റെ കോൺവെന്റില് ഞാൻ പറഞ്ഞു കേട്ടിട്ട് തന്നെ എൻ്റെ കോൺവെന്റിലെ മദറും ഈ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിലൂടെ സിസ്റ്റർ വർഷങ്ങളായിട്ട്, ഒരു 12 വർഷത്തോളമായിട്ട് ആസ്തമാറ്റിക് പേഷ്യന്റ് ആണ് സിസ്റ്റർ. പഫ് എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതെടുക്കാതെ സിസ്റ്റർ ഉറങ്ങാൻ കഴിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാറിന്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുത്തത് മുതൽ നീഡിൽ ചെയ്തതിന് ശേഷം അതിനുശേഷം ഇപ്പോൾ ഇതുവരെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പഫ് എടുത്തിട്ടില്ല, മറ്റ് മെഡിസിൻസ് ഒന്നും സിസ്റ്റർ ഉപയോഗിക്കുന്നില്ല. അങ്ങനത്തെ പല അനുഭവങ്ങളും ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ ഞങ്ങളുടെ കോൺവെന്റിലെ വേറൊരു സിസ്റ്ററും ഈ ട്രീറ്റ്മെന്റ് തന്നെ നടത്തിയായിരുന്നു. മൈഗ്രെയിൻ ഹെഡേക്ക് ആയിരുന്നു സിസ്റ്ററും ഒരു 6 വർഷത്തോളമായിട്ട് അലോപ്പതി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെടുത്തതിന് ശേഷവും ഒരു കുറവുണ്ടാകാറില്ല, കൂടും, പിന്നെ വീണ്ടും ഡോക്ടറെ പോയി കാണും, മരുന്നെടുക്കും, അങ്ങനെയായിരുന്നു. അക്യുപങ്ക്ചർ ഇപ്പോൾ മദർ ചെയ്ത് തുടങ്ങിയിട്ട് കുറവ് കണ്ടിട്ട് ആളും ഈ ട്രീറ്റ്മെന്റ് സാറിൻ്റെ അടുത്ത് ചെയ്തായിരുന്നു, നീഡിൽ ചെയ്തു. അപ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അത് വിശ്വസിച്ചായിരുന്നില്ല. ഒരു നീഡിൽ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് കുറയുന്നത്, അലോപ്പതി മെഡിസിൻ ഇല്ലാതെ ഇതെങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമോ എന്നൊക്കെയായിരുന്നു സംശയങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും. പക്ഷെ ആ സിസ്റ്ററിനും ഇതുവരെ മൈഗ്രെയിൻ ഹെഡേക്കിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ട്രീറ്റ്മെന്റിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം അതുപോലെ തന്നെ അവർ പാലിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഫുഡിന്റെ സമയക്രമീകരണവും, നേരത്തെ ഫുഡ് കഴിക്കാനും നേരത്തെ ഉറങ്ങാനും, അതുപോലെ വെള്ളം, ഭക്ഷണം ഇതൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് എല്ലാവരിലും കാണുന്നു. അക്യുപങ്ക്ചർ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. മരുന്ന് കൂടാതെയുള്ള ഈ ട്രീറ്റ്മെന്റ് വളരെയധികം നമുക്ക് സുഗമമായിട്ട് ജീവിക്കാനായിട്ട് പറ്റിയൊരു ട്രീറ്റ്മെന്റ് ആണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്.